നമസ്കാരം. ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ്. വ്യാഴാഴ്ച ഏഷ്യൻ വിപണിയിലെ വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സ്വർണ്ണവില $4,520 അടുത്തേക്ക് ഉയർന്നു. ബോണ്ട് വിപണികൾക്ക് ആശ്വാസം പകരാൻ US ട്രഷറി വകുപ്പ് ഇടപെട്ടതിനെ തുടർന്നാണ് $ഡോളർ ദുർബലമായ സാഹചര്യത്തിലാണ് പൊന്നിന് വില കൂടിയിരിക്കുന്നത്. ഇതോടെ ജൂൺ മാസത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണ് സ്വർണം കുതിച്ചു കയറിയത്. ദീർഘകാല വായ്പാ ചെലവുകൾ വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്നും നിയന്ത്രിക്കുന്നതിനായി ദീർഘകാല കാലാവധിയുള്ള സെക്യൂരിറ്റികൾ തിരികെ വാങ്ങുന്നതിനുള്ള പദ്ധതി ട്രഷറി വകുപ്പ് വിപുലീകരിക്കുകയാണ്. ദീർഘകാല നോമിനൽ സെക്യൂരിറ്റികൾക്കായുള്ള ലിക്വിഡിറ്റി സപ്പോർട്ട് ബൈബാക്ക് പ്രവർത്തനങ്ങളുടെ പരമാവധി പരിധി കുറഞ്ഞത് ഇരട്ടിയാക്കുമെന്നാണ് വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ ഒരു പ്രവർത്തനത്തിന് $2 ബില്യൺ എന്ന പരമാവധി പരിധി ഇനി മുതൽ കുറഞ്ഞത് $4 ബില്യൺ ഉയരും. ട്രഷറിയുടെ പ്രഖ്യാപനവും ലോക വിപണിക്ക് പുത്തൻ ഉണർവ് നൽകിയെന്ന് TDT സെക്യൂരിറ്റീസ് അഭിപ്രായപ്പെട്ടു. ട്രഷറിയുടെ ലിക്വിഡിറ്റി പിന്തുണ, ഊർജ്ജ വിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തെ അവഗണിച്ചു മുന്നോട്ടു പോകാനുള്ള ഫെഡറലിന്റെ സന്നദ്ധത, വർദ്ധിപ്പിച്ചുവരുന്ന സ്റ്റാഗ്ഫ്ലേഷൻ സാധ്യതകൾ എന്നിവയെല്ലാം ചേർന്ന് യഥാർത്ഥ പലിശ നിരക്ക് കുറയ്ക്കാൻ കാരണമാകും എന്നും ഇത് സ്വർണ്ണ നിക്ഷേപത്തിൽ പെട്ടെന്നുള്ള തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പണപ്പെരുപ്പം കുറഞ്ഞില്ലെങ്കിൽ പലിശ നിരക്ക് വർധനവ് ഉണ്ടായേക്കാമെന്ന് ഫെഡറൽ റിസർവിന്റെ ജൂലൈ മാസത്തെ യോഗത്തിൽ മിനിറ്റ്സിൽ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം ഫെഡറൽ ഫണ്ട്സ് നിരക്ക് 3.5% മുതൽ 3.75% വരെ എന്ന പരിധിയിൽ നിലനിർത്താൻ ഫെഡ് തീരുമാനിച്ചിരുന്നു. എന്നാൽ പണപ്പെരുപ്പം ലക്ഷ്യമിട്ട നിരക്കിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് അടിയന്തര നടപടികൾ ആവശ്യമാണ് എന്ന് ചില അംഗങ്ങൾ വ്യക്തമാക്കി. എന്നിരുന്നാലും ഊർജ്ജ വിലയിലെ കുതിച്ചുചാട്ടത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണമാണ് വ്യാപാരികൾ ഈ കാര്യങ്ങൾ വലിയ തോതിൽ അവഗണിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ പണം വീണ്ടും സ്വർണത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. US ട്രഷറി പിന്തുണ യഥാർത്ഥ പലിശ നിരക്ക് കുറയ്ക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്നാൽ സ്വർണ്ണവിലയിലെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. സ്വർണത്തിനായുള്ള ശക്തമായ ഡിമാൻഡിൽ അടുത്തിടെയുണ്ടായ കുറവ് താൽക്കാലികം മാത്രമായേക്കാം എന്നാണ് TD സെക്യൂരിറ്റീസ് അഭിപ്രായപ്പെട്ടത്. ട്രഷറിയുടെ ലിക്വിഡ് പിന്തുണ, ഊർജ്ജ വിലയിലെ കുതിച്ചുചാട്ടത്തെ അവഗണിച്ച് മുന്നോട്ടു പോകാനുള്ള ഫെഡിന്റെ സന്നദ്ധ, വർദ്ധിച്ചു വരുന്ന സ്റ്റാഗ്ഫ്ലേഷൻ സാധ്യതകൾ എന്നിവയെല്ലാം തന്നെ യഥാർത്ഥ പലിശ നിരക്കുകൾ കുറയാൻ കാരണമാകുന്നു. ഇത് സ്വർണ്ണ നിക്ഷേപത്തിൽ പെട്ടെന്നുള്ള തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്നാണ് ബാങ്ക് വാദിക്കുന്നത്. US ട്രഷറിയുടെ പുതിയ ബൈബാക്ക് നടപടികൾ, ഊർജ്ജ വില വർധനവ് മൂലമുള്ള സമ്മർദ്ദങ്ങളോട് ഫെഡ് സ്വീകരിക്കുന്ന ഉദാരമായ നിലപാടുകൾ, ഇതെല്ലാം തന്നെ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്ക് സംയോജനം നൽകുകയാണ്. ലോഹങ്ങളുടെ വിലയിൽ വീണ്ടും വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും പ്രതിദിന ചാർട്ടിൽ സ്വർണത്തിന്റെ വില ഹ്രസ്വകാലത്തേക്ക് ഒരു ബുള്ളിന് പ്രവണത നിലനിർത്തുകയാണ്. 20 പീരീഡ് ബോളിബഞ്ചർ സിമ്പിൾ മൂവിംഗ് ആവറേജിന് 100 ദിവസത്തെ സിമ്പിൾ മൂവിംഗ് ആവറേജിന് മുകളിൽ വില തുടരുന്നതിന് വിശാലമായ മുന്നേറ്റ പ്രവണതയാണ് നിലനിർത്തുന്നത്. വില ബോളിബഞ്ചർ ബാൻഡിന്റെ മുകൾ ഭാഗത്തേക്ക് അടുക്കുകയാണെന്നും അതേസമയം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 67 എന്ന നിലയിലായതിനാൽ വിപണി ഓവർബോട്ട് അവസ്ഥയിലാണെന്നും സൂചിപ്പിക്കുന്നു. ഇത് വാങ്ങുന്നവർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കുമെങ്കിലും വിലയിൽ പെട്ടെന്നുള്ള കുതിപ്പ് തടഞ്ഞേക്കുമെന്നാണ് നിലവിലെ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ.